നമസ്തേ, പ്രീതാസ് ഗലറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ വിഷു ആശംസകൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. എന്നാൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു മാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പഴുത്തതുമാണ്, പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഒരുപാട് പായസം ഉണ്ടാക്കണില്ല, ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. 2 പേർക്ക് കഴിക്കാനുള്ള പായസമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു മാങ്ങ മതി. കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാങ്ങ എടുത്തോളൂ. ഒരു 3-4 മാങ്ങ എടുത്തോളൂ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഈ പായസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പഴം, നല്ല പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളറൊക്കെ മാറിയിട്ടില്ലേ. പഴം എത്രത്തോളം പഴുത്തുവോ അത്രത്തോളം നമ്മുടെ പായസത്തിന് നല്ലതാണ്. കറുത്ത കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ കണ്ടില്ലേ, നല്ല നൈസായിട്ട് 4 ആക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നൈസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഈ പായസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ചൊവ്വരിയൊക്കെ ഇടുമ്പോൾ ഈ പായസത്തിലെ പഴവും മാങ്ങയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ ചൊവ്വരി ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പായസത്തിൽ കടിക്കുമ്പോൾ ടേസ്റ്റുമാണ്. പായസത്തിന് നല്ല കൊഴുപ്പും കിട്ടും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിക്കണം, നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ, ടേസ്റ്റ് കൂടിയുള്ളൂ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് പായസത്തിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് കാഷ്നട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. സാധാരണ നമ്മൾ പായസത്തിലേക്ക് വറുക്കണ പോലെ ഗോൾഡൻ കളറിലൊന്ന് വറുത്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ, തേങ്ങ ഉണ്ടെങ്കിൽ ചെറുതായി പീസാക്കിയിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ആ തേങ്ങാക്കൊത്തും വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാത്ത. റേസിൻസ് ഇഷ്ടമാണെങ്കിൽ റേസിൻസ് ഇട്ടോളൂ. ഇപ്പോൾ പായസത്തിൻ്റെ അല്ല, കാഷ്നട്ടിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാഷ്നട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ആ സെയിം നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടും, കാരണം പഴുത്ത പഴമല്ലേ, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് അതിലും പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വെന്തിട്ടില്ലേ, ഇത്രയ്ക്കായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. മാങ്ങയെക്കാട്ടിലും പഴത്തിന് വേവുണ്ട്, അതുകൊണ്ടാണ് ആദ്യം പഴം ഇട്ടതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മാങ്ങയും ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഒരുവിധം എന്നല്ല, അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് വെന്താൽ മതി. ഇനി പായസത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഉടച്ച് ചേർത്തിട്ട് പായസം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടും പായസം ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഒരുപാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ച മാങ്ങയും പഴവും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഞാനിവിടെ ആ സെയിം പാൻ തന്നെ എടുക്കുന്നത്. ആ പാനിലേക്ക് ഇപ്പോൾ അരച്ചെടുത്ത മാങ്ങയും പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് പായസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചൊവ്വരി ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന്ന് പകുതി വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുക പറഞ്ഞാൽ കട്ടകളൊന്നും ഉടയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നിച്ച് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതാവണില്ല, ബാക്കിയും കൂടി ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടകളൊക്കെ ആ പഴത്തിൻ്റെയും മാങ്ങയുടെയൊക്കെ നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ചൊവ്വരി അധികമൊന്നും നേരം വേണ്ട. ചൊവ്വരിയും പഴവും മാങ്ങയൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കരപ്പൊടിക്ക് പകരം ശർക്കരയാണ് ചേർക്കണതെങ്കിൽ ഉരുക്കിയെടുത്തതിന് ശേഷം
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ശർക്കരപ്പാവ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ശർക്കരപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പ് കൂടി ശർക്കരപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാവാണെങ്കിൽ പാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാന്നല്ല, നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ആ വരട്ടുമ്പോൾ ശർക്കരയുടെ ഇതൊക്കെ ആ ചൊവ്വരിയിലും ഒക്കെ നന്നായിട്ട് മധുരം പിടിച്ചിരിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇത് വരട്ടണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പായസം അത്യാവശ്യം നന്നായിട്ട് കുറച്ചൊക്കെ ഒന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കുക. ആ നെയ്യിൻ്റെയൊക്കെ മണം ആ പായസത്തിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശർക്കര പാവൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് പായസം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിന്നിലെ പാലാണ്, ഫ്രഷ് തേങ്ങയുടെ പാലല്ല യൂസ് ചെയ്യണത്, ടിന്നിലെ പാലാണ് യൂസ് ചെയ്യണത്. നല്ല കൊഴുത്ത പാലാണിത്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല, കഷ്ടി 3/4 ഭാഗം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. ഇത്രയ്ക്ക് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്യണമെങ്കിൽ 1/4 പാൽ, നല്ല കൊഴുത്ത 1/4 പാൽ ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം 2/2 പാൽ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് വെള്ളത്തോടൊക്കെയുള്ള പാലല്ലേ, ആ 2/2 പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല കൊഴുത്ത പാലാവുകൊണ്ട് തീരെ വെള്ളമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ തണുത്ത വെള്ളമല്ല, നല്ല തിളച്ച വെള്ളമല്ല, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പായസം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. 2/2 പാലായാലും ഈ ടിന്നിലെ പാലായാലും പായസം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറച്ച് എനിക്ക് കുറവാണെന്ന് തോന്നി. ഞാനിതിലേക്ക് കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് മധുരം ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കഷ്ടി അരക്കപ്പല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പം 2 അരക്കപ്പ് ചേർന്നിട്ട് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ ടിന്നിലെ പാല് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ടിന്നിലെ പാലാവുകൊണ്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കണില്ല, ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിൽ ആ 1/4 പാൽ ഒഴിക്കുക. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ പായസം തിളപ്പിക്കരുത്. അപ്പോൾ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ആ ടിന്നിലെ പാൽ ഒഴിച്ചതിന് ശേഷം പായസം ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 3/4 ടീസ്പൂൺ ചുക്കുപൊടിയും 2 പിഞ്ച് ഏലക്കാപ്പൊടിയും 2 പിഞ്ച് ജീരകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. ഈ മിക്സ് ചെയ്തതിന് ഞാനൊരു അര ടീസ്പൂണോളം ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കയുടെയൊക്കെ മണം ഉണ്ടാകുമ്പോൾ പായസത്തിൽ, ശർക്കര ഇട്ട പായസത്തിന് ഒരു നല്ല സ്മെല്ലാണ്. ഈ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ വറുത്ത് വെച്ച കാഷ്നട്ട് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നേരെ മിക്സ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.